Hi dear students, welcome to a new session of JEE Mains question discussion. Myself Rubu Varghese. So നിങ്ങളുടെ 22nd ജാനുവരി 22nd ആഫ്റ്റർനൂൺ സെഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ജാനുവരി 22nd ആഫ്റ്റർനൂൺ സെഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്, കെമിസ്ട്രി. സോ നമുക്ക് കെമിസ്ട്രിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അപ്പോൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ആയിട്ട് അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഡൈപോൾ മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് 2-3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിൽ ഒന്ന് ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് തന്നെയാണ്. ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡൈപോൾ മൊമെൻറ്റ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു charge into distance between the bonded atoms. Charge into distance between the bonded atom. And ഒന്നിലധികം ബോണ്ടൊക്കെ വരികയാണെങ്കിൽ റിസൾട്ടൻ്റ് എടുക്കേണ്ടി വരും. 2 ബോണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ √μ1² + μ2² + 2μ1 μ2 cos θ റിസൾട്ടൻ്റ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന HBr, H2S, NF3 ആൻഡ് ക്ലോറോഫോം CHCl3. അപ്പോൾ ഇവരുടെയൊക്കെ ഡൈപോൾ മൊമെൻറ്റ് നോക്കുകയാണെങ്കിൽ HBrൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വരുന്നത് 0.8 അടുത്താണ് വരും. ഞാൻ ഒരു ഡെസിമൽ പ്ലേസ് എടുക്കുന്നുള്ളൂ, അപ്പുറത്തേക്ക് പോകുന്നില്ല. 0.8 ആണ് HBrൻ്റെ വരുന്നത്. H2Sലേക്ക് വരുമ്പോഴേക്കും അത് 0.95 ഒക്കെ വരും. 0.95 ഒക്കെ വരും. NF3 വരുമ്പോഴേക്കും NF3ക്ക് കുറച്ച് കുറവാണ്. NF3ക്ക് ഈ 2 പേരെക്കാട്ടിലും കുറവായിട്ടാണ് വരുന്നത്. NF3യുടെ 0.24 ഒക്കെ വരുന്നുള്ളൂ. 0.24 കുറച്ച് കുറവാണ് NF3യുടെ കേസിലേക്ക് വരുമ്പോൾ. പിന്നെ CHCl3നെ നോക്കുകയാണെങ്കിൽ NF3യുടെ കുറഞ്ഞു പോകാൻ കാരണം അവിടെ ഓർബിറ്റൽ മൊമെൻറ്റും അതുപോലെ തന്നെ ദിസ് ബോണ്ട് മൊമെൻറ്റും എല്ലാം കൂടെ ക്യാൻസലേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വരുന്നത്. NF3യുടെ കുറഞ്ഞു പോകാൻ കാരണം. ക്ലോറോഫോമിലേക്ക് വരുമ്പോൾ ക്ലോറോഫോമിൻ്റെ വാല്യൂ വരുന്നത് 1.03 എന്നാണ് വരുന്നത്. ഡൈപോൾ മൊമെൻറ്റ് ഡിബൈസ്, ഇതെല്ലാം ഡിബൈയിലെ വാല്യൂ. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ളയാൾ ക്ലോറോഫോം തന്നെയാണ്. ക്ലോറോഫോമിനാണ് ഏറ്റവും ഹയസ്റ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ളത്. ക്ലോറോഫോം കഴിഞ്ഞാൽ പിന്നെ ഉള്ള വാല്യൂ ഉള്ളത് H2Sനാണ്. H2S കഴിഞ്ഞാൽ പിന്നെയുള്ളത് HBr കഴിഞ്ഞേ ആര് വരത്തുള്ളൂ? NF3 വരത്തുള്ളൂ. NF3യുടെ കേസിൽ ആ ഓർബിറ്റൽ മൊമെൻ്റ് ഒക്കെ ക്യാൻസൽഡ് ആവുന്നൊരു കേസ് വരും. ക്യാൻസലേഷൻസ് ഒക്കെ സംഭവിച്ചു പോകുന്നുണ്ട്. സോ അതുകൊണ്ട് ആൻസർ വരേണ്ടത് ഇങ്ങനെയാണ്. NF3ക്ക് ഏറ്റവും ലീസ്റ്റും ക്ലോറോഫോമിന് ഏറ്റവും ഹയസ്റ്റ് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. NF3ക്ക് ലീസ്റ്റ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അങ്ങനെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ NF3 കഴിഞ്ഞ് HBr കഴിഞ്ഞ് H2S കഴിഞ്ഞ് ക്ലോറോഫോം. 51st ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, identify the number of structures from the following which can be correlated to D-glyceraldehyde. അപ്പോൾ നമുക്ക് D കോൺഫിഗറേഷൻ നോക്കണമെങ്കിൽ നമ്മുടെ ആൽഡിഹൈഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ മോസ്റ്റ് ഓക്സിഡൈസ്ഡ് ടെർമിനൽ മേലെയായിട്ട് നിൽക്കണം. ആ മോസ്റ്റ് ഓക്സിഡൈസ്ഡ് ടെർമിനൽ മേലെയായിട്ട് നിൽക്കണം. അപ്പോൾ നോക്കി, ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓക്സിഡൈസ്ഡ് ടെർമിനൽ താഴെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഞാനത് മേലെയാക്കി വരയ്ക്കുകയാണ്. സോ ആൽഡിഹൈഡ് മേലെയാക്കി ഞാൻ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. പിന്നെ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ലെഫ്റ്റിലുണ്ടായിരുന്ന OH റൈറ്റിലുണ്ടായിരുന്ന ഈ OH ലെഫ്റ്റിലുണ്ടായിരുന്ന OH റൈറ്റിലായി, ആൻഡ് ഫൈനലി ദിസ്. ഇനി ആൽഡിഹൈഡിക് കാർബണിൽ നിന്നും ഏറ്റവും ഫാദസ്റ്റ് ആയിട്ടുള്ള കൈറാൽ കാർബൺ. അപ്പോൾ ഈ കാർബൺ കൈറാൽ, ഇവിടെ H ഉണ്ട്, ഇവിടെയാണെങ്കിൽ 2 H വരും. അപ്പോൾ ഇത് കൈറാലല്ല, ഇത് രണ്ടുപേരും കൈറാലാണ്. ഇവിടെ ഒരു H വരും, ഇത് CH2 ആ, കൈറാലല്ല. അപ്പോൾ ഇത് കൈറാലായിട്ടുള്ള കാർബൺ ആറ്റംസ്. ഇവിടെ H വരും. സോ അസിമെട്രിക് കാർബൺ ആറ്റംസ് ഇവർ 3 പേരും. ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്തപ്പം ഇവിടെ H വരും. സോ അസിമെട്രിക് കാർബൺ ആറ്റംസ്. അപ്പോൾ ഇവരെ നോക്കുവാണെങ്കിൽ, ഇത്രയും പേരെ നോക്കുവാണെങ്കിൽ ഇതിൽ ഡീഗ്ലിസറാൽഡിഹൈഡ് നമ്മൾ കോറിലേറ്റ് ചെയ്യുമ്പം ഓക്സിഡൈസ്ഡ് ടെർമിനൽ നിന്നും ഏറ്റവും അകലത്തിലുള്ള അസിമെട്രിക് കാർബൺ ആറ്റത്തിലെ OH റൈറ്റ് സൈഡിൽ നിൽക്കണം. ഓക്സിഡൈസ്ഡ് ടെർമിനൽ നിന്നും ഏറ്റവും അകലത്തിലുള്ള അസിമെട്രിക് കാർബൺ ആറ്റത്തിലെ OH റൈറ്റ് സൈഡിൽ നിൽക്കണം. ഓക്സിഡൈസ്ഡ് ടെർമിനൽ നിന്നും ഏറ്റവും അകലത്തിലുള്ള കാർബൺ ആറ്റത്തിലെ OH ഗ്രൂപ്പ്, അസിമെട്രിക് കാർബൺ ആറ്റത്തിലെ OH ഗ്രൂപ്പ് റൈറ്റ് സൈഡ് അല്ല, ലെഫ്റ്റ് ആയതുകൊണ്ട് ഇതല്ല. അപ്പോൾ ആദ്യം പറഞ്ഞ 2 പേരും D ആണ്, പക്ഷേ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ആൾ L ആണ്. ആൻഡ് ഓക്സിഡൈസ്ഡ് ടെർമിനൽ നിന്നും ഏറ്റവും അകലത്തിലുള്ള അസിമെട്രിക് കാർബൺ ആറ്റത്തിലെ OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിൽ നിൽക്കുന്നു, D ആണ്. അപ്പോൾ ഡീഗ്ലിസറാൽഡിഹൈഡുമായിട്ട് കോറിലേഷൻ വന്നിരിക്കുന്ന A ഉണ്ട്, B ഉണ്ട്, പിന്നെ D ഉണ്ട്. Aയും Bയും Dയും ആണുള്ളത്. അപ്പോൾ എത്ര പേരുണ്ട്? 3 പേരുണ്ട്, Aയും Bയും Dയും. സോ ആൻസർ വിൽ ബി ഫസ്റ്റ് ഓപ്ഷൻ. 52nd ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കെമിസ്ട്രിയിൽ നിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 53. മാക്സിമം കോവാലൻസി ഓഫ് എ നോൺ മെറ്റാലിക് ഗ്രൂപ്പ് 15 എലമെന്റ്. നോൺ മെറ്റാലിക് ഗ്രൂപ്പ് 15 എലമെന്റ് നോക്കുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്തിൽ മേലെ ആയിരിക്കും നോൺ മെറ്റൽസ് ഉള്ളത്, താഴേക്ക് മെറ്റാലിക് ക്യാരക്ടർ. അപ്പോൾ മേലെയുള്ള ആരെങ്കിലും ഒരാളായിരിക്കും. 15 എലമെന്റ് E with the weakest EE bond. EE bond ഏറ്റവും വീക്കർ ആയിട്ടുള്ളവരിൽ
അദ്ദേഹത്തിൻ്റെ മാക്സിമം കോവാലൻസി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോൺ മെറ്റൽ ആയിട്ടുള്ളവർ രണ്ടുപേർ നൈട്രജനും ഫോസ്ഫറസും ഈ രണ്ടുപേരാണ് അവിടുത്തെ നോൺ മെറ്റൽസ് ആയിട്ടുള്ളവർ. നൈട്രജനും ഫോസ്ഫറസിനെ നോക്കുകയാണെങ്കിൽ നോൺ മെറ്റൽ ആയിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസിനെ നോക്കുകയാണെങ്കിൽ അതിൽ വീക്കസ്റ്റ് ആയിട്ടുള്ള ഈ ബോണ്ട് ഉള്ളത് നൈട്രജനെ സംബന്ധിച്ചാണ് വീക്കസ്റ്റ് ആയിട്ടുള്ള ഈ ബോണ്ട് ഉള്ളത്. സോ നൈട്രജന് വീക്കസ്റ്റ് ഈ ബോണ്ട് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എലമെന്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ദാറ്റ് നൈട്രജന്റെ മാക്സിമം കോവാലൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം കോവാലൻസി ഓഫ് നൈട്രജൻ ഇസ് 4. മാക്സിമം കോവാലൻസി ഓഫ് നൈട്രജൻ ഇസ് 4. 4 ആണ് നൈട്രജൻ്റെ മാക്സിമം കോവാലൻസി. 53 ഓപ്ഷൻ 4 വരും. 54th ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫൊക്കെ കണ്ടിട്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ട്. ഗ്രാഫ് കാണാമെന്ന് പ്രതീക്ഷിക്കും. സോ കൺസിഡർ ദ ഗിവൺ ഫിഗർ ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഒരു ഗ്രാഫൊക്കെ തന്നിട്ടുണ്ട്. ഗ്രാഫിനകത്ത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഉണ്ട്. ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ എനർജിയൊക്കെ തന്നിട്ടുണ്ട്. റിയാക്റ്റൻറ്റിനേക്കാളും പ്രോഡക്റ്റിന് എനർജി കൂടുതലാണ്. റിയാക്റ്റൻറ്റിനേക്കാളും പ്രോഡക്റ്റിന് എനർജി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് റിയാക്ഷൻ ഈസ് ആൻ എൻഡോതേർമിക് പ്രോസസ്സായിട്ട് നമുക്ക് പറയാം. ആൻഡ് അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ആക്ടിവേഷൻ എനർജി ഓഫ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് E1. അതെ, പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് ആവാൻ വേണ്ട ആക്ടിവേഷൻ എനർജി E1 ആണ്. അത് കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പ്രോഡക്റ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ റിയാക്റ്റൻസ്. അത് ശരിയാണോ? അല്ല, പ്രോഡക്റ്റിന് റിയാക്റ്റൻറ്റിനേക്കാളും എനർജി കൂടുതലാണ്. അപ്പോൾ അവർ അൺസ്റ്റേബിളാണ്. പ്രോഡക്റ്റ് റിയാക്റ്റൻറ്റിനെക്കാട്ടിലും അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പം എയിലെ ആദ്യത്തെ പാർട്ട് കറക്റ്റ് ആയിരുന്നെങ്കിലും സെക്കൻഡ് പാർട്ട് തെറ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. And 2, activation energy of forward reaction is E1 plus E2. Forward reaction activation energy എന്ന് പറയുന്നത് E1 plus E2. അതെ, ശരിയാ, E1 plus E2 ആണ് activation energy. And the product is more stable than the reactant. Product more stable അല്ല, അത് തന്നെയായിരുന്നു ഇവിടുത്തെയും പ്രശ്നം. പ്രോഡക്റ്റ് മോർ സ്റ്റേബിൾ അല്ല, ലെസ് സ്റ്റേബിൾ ആണ്. സോ ഇവിടെയും അത് തന്നെ പ്രശ്നം. പ്രോഡക്റ്റ് മോർ സ്റ്റേബിൾ അല്ല, ലെസ് സ്റ്റേബിൾ ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ്. Then let's see 3. Activation energy of forward reaction is E1 plus E2 and product is less stable than reactant. Activation energy for the forward reaction is E1 plus E2 and the product is less stable than the reactant. അത് കറക്റ്റ് ആണ് അല്ലേ? പ്രോഡക്റ്റിന് എനർജി കൂടുതലാണ്, അപ്പോൾ ലെസ് സ്റ്റേബിൾ ആണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ആൻഡ് ആക്ടിവേഷൻ, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേക്കാം. ആക്ടിവേഷൻ എനർജി ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇസ് E1 plus E2. അതല്ല, രണ്ടുപേരുടെയും ആക്ടിവേഷൻ എനർജി ഈക്വൽ ആയിരുന്നെങ്കിൽ രണ്ടുപേരുടെയും എനർജീസും സെയിം ആയിട്ട് വന്നേനെ. പക്ഷേ അതല്ല. സോ ദാറ്റ്സ് എ ഡിഫറൻറ്റ് സെനേരിയോ. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ്. കറക്റ്റ് ആയിട്ടുള്ളത് അവിടെ ഓപ്ഷൻ 3 മാത്രമാണ്. ഓപ്ഷൻ 3 ആണ് അവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, when Sek-butyl cyclohexane reacts with bromine in presence of sunlight, the major product is. അപ്പോൾ ഫോട്ടോകെമിക്കൽ ബ്രോമിനേഷൻ ആണ് ചെയ്തേക്കുന്നത്. ഫോട്ടോകെമിക്കൽ ബ്രോമിനേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഹൈഡ്രജൻസ് നോക്കുകയാണെങ്കിൽ പ്രൈമറി ഹൈഡ്രജൻ, സെക്കൻഡറി ഹൈഡ്രജൻ, ടേഴ്സറി ഹൈഡ്രജൻസിൻ്റെ ബ്രോമിനേഷന് വേണ്ട ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൈമറി ഹൈഡ്രജൻ്റെ റിലേറ്റീവ് റിയാക്ടിവിറ്റി ഞാൻ 1 ആയിട്ട് വെച്ചാൽ സെക്കൻഡറി ഹൈഡ്രജൻ്റെ റിയാക്ടിവിറ്റി 82 ടൈംസ് ഗ്രേറ്റർ. ടേഴ്സറി ഹൈഡ്രജൻ്റെ ആണെങ്കിൽ 1600 ടൈംസ്, അപ്രോക്സിമേറ്റ്ലി 1600 ടൈംസ് ഹയർ ആയിരിക്കും. സോ എത്ര ഹൈഡ്രജൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഒരു സെക്കൻഡറിനെയോ അല്ലെങ്കിൽ ഒരു ടേഴ്സറിനെയോ ഒരു പ്രൈമറിക്ക് ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം റിലേറ്റീവ് റിയാക്ടിവിറ്റീസ് ഭയങ്കര ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ടേഴ്സറി ഹൈഡ്രജൻസ് ആയിരിക്കും ഈ കൂട്ടത്തിൽ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ട് വരിക. സോ Sek-butyl cyclohexane. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. Sek-butyl cyclohexane എന്ന് പറയുമ്പം ഒരു നോർമൽ ബ്യൂട്ടൈൻ്റെ സെക്കൻഡ് കാർബണിലായിരിക്കും ബ്രാഞ്ചിങ് വന്നിട്ടുണ്ടാവുക. Sek-butyl cyclohexane. അപ്പോൾ ഈ Sek-butyl cyclohexaneൽ ബ്രോമിനേഷൻ സാധ്യത ഏറ്റവും കൂടുതൽ ടേഴ്സറി ഹൈഡ്രജനാണ്. അവിടെയാണ് പ്രശ്നം. ടേഴ്സറി ഹൈഡ്രജൻസ് ഇതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഇതും ഒരു ടേഴ്സറി ഹൈഡ്രജനാണ്, ഇതും ഒരു ടേഴ്സറി ഹൈഡ്രജനാണ്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ 2 പ്രോഡക്റ്റുകളെ കിട്ടാം. സോ ലെറ്റ്സ് സീ ദ ബ്രോമിനേഷൻ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് അറ്റ് ദിസ് tertiary hydrogen atoms. So one product would be like this and the other one may appears like this. അപ്പോൾ ഇങ്ങനെ 2 പോസിബിലിറ്റീസ്. അവിടെയാണ് പ്രശ്നം. ഓപ്ഷൻ അത് രണ്ടും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേഷൻ ഒരു മാർഗമല്ല. ഓപ്ഷൻ അത് 2 പേരും വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ബ്രോമിനേഷൻ പ്രോഡക്റ്റിനെ
കിട്ടിയ ഫ്രീ റാഡിക്കലുകളെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ബ്രോമിനേഷൻ പ്രോഡക്റ്റിനെ തന്ന ഫ്രീ റാഡിക്കലുകളെ നോക്കുവാണെങ്കിൽ ഫോട്ടോകെമിക്കൽ ബ്രോമിനേഷൻ ആയതുകൊണ്ട് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആയിരിക്കും. ഫോട്ടോകെമിക്കൽ ബ്രോമിനേഷൻ ആയതുകൊണ്ട് ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ഈ ഫ്രീ റാഡിക്കൽ ടേഴ്ഷറി ആണ്, പക്ഷേ ഇവരുടെ സ്റ്റെബിലിറ്റീസ് സെയിം ആണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ്. ദ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത്. സോ ഇവിടെ 3 ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജനും ഉണ്ട്. അങ്ങനെ മൊത്തം 6 ആൽഫ ഹൈഡ്രജൻസ് ആണ് ഈ ഫ്രീ റാഡിക്കലിനുള്ള. 6 ആൽഫ ഹൈഡ്രജൻസ് ഈ ഫ്രീ റാഡിക്കലിൻ്റെ പക്ഷെ താഴത്തെ ഫ്രീ റാഡിക്കലിനെ നോക്കുവാണെങ്കിൽ മേലെ 1 ആൽഫ ഹൈഡ്രജൻ, ലെഫ്റ്റിൽ 2 ആൽഫ ഹൈഡ്രജൻ, റൈറ്റിൽ 2 ആൽഫ ഹൈഡ്രജൻ. സോ ആൻ ഓവറോൾ ഓഫ് 5 ആൽഫ ഹൈഡ്രജൻസേ ഉള്ളൂ. 5 alpha hydrogen. So the difference is there 5 alpha hydrogen. So there is a marginal difference in their stability. So more stable ആരാന്ന് ചോദിച്ചാൽ one having the greater number of alpha hydrogens. Hyperconjugation കൂടുതലുള്ള ഇദ്ദേഹം തന്നെയായിരിക്കും മേജർ ആയിട്ട് വരിക, അല്ലെങ്കിൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ. സോ ദ മോർ സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ ഇസ് ഗോയിങ് ടു ഗിവ് യു ദ മേജർ പ്രോഡക്റ്റ്. അങ്ങനെയെങ്കിൽ ആദ്യം എഴുതിയിരിക്കുന്ന ആളായിരിക്കും അവിടുത്തെ മേജർ പ്രോഡക്റ്റ്. സോ കൺസിഡറിങ് ദാറ്റ് ദ മേജർ പ്രോഡക്റ്റ് ഇസ് ഗോയിങ് ടു ബി ദിസ് സ്പീഷ്യസ് അല്ലേ. Species. Option 4 will be a correct answer. Question number 55, option 4 will be a correct answer. ഇച്ചിരി ആലോചിക്കാനുണ്ടായിരുന്നു, ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി ഒക്കെ കൺസിഡർ ചെയ്യേണ്ടി വരുമായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The species which does not undergo disproportionation reaction. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ തരത്തില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പെക്റ്റീവ് ആറ്റം എക്സ്ട്രീമിറ്റീസിലാണോ നിൽക്കുന്നതെന്ന്. ഹയർ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റിലും ലോവർ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റിലും ആണോ നിൽക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അവർക്ക് ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കാം. ഗിവൺ കണ്ടീഷൻസ് ഇവർക്ക് ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കാം. എക്സ്ട്രീമിറ്റീസിലായിരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നാൽ ഓക്സിഡേഷൻ നടക്കത്തില്ല, മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഫർദർ റിഡക്ഷൻ നടക്കത്തില്ല. സോ ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കത്തില്ല. സോ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഷീസിന് ഓക്സിഡേഷൻ നടക്കണം, അതേ സ്പീഷീസിന് റിഡക്ഷൻ നടക്കണം. അപ്പോൾ ഇവരുടെ എക്സ്ട്രീമിറ്റീസിന് ഇടയിൽ ഈ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നെങ്കിൽ മാത്രമേ ഓക്സിഡേഷനും റിഡക്ഷനും അറ്റ് ദ സെയിം ടൈം സംഭവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് സീ ClO2 മൈനസ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ റെസ്പെക്റ്റീവ് സ്പീഷീസ് എല്ലാം ക്ലോറിൻ ആറ്റംസ് ആണ്. ക്ലോറിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7ഉം മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1ഉമാണ്. മാക്സിമം +7ഉം മിനിമം -1ഉമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ഓക്കെ ഇവർക്ക് സംഭവിക്കും, ഡിസ്പ്രപ്പോർഷൻ നടക്കും. +7ലും -1ലാണ് നിൽക്കുന്നതെങ്കിൽ നോ ഡിസ്പ്രപ്പോർഷനേഷൻ. അപ്പോൾ നോക്കാം, എന്തായാലും ഇതിനകത്ത് ആർക്കും -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല, കാരണം എല്ലാം ഓക്സിജനുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് എല്ലാം പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. -1 എന്നുള്ള പ്രശ്നം പരിഹരിക്കാം. ഇനി ആദ്യത്തെ ആളെ നോക്കുവാണെങ്കിൽ ClO2 മൈനസ്. ClO2 മൈനസിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ x - 4 = -1 ആകുമ്പോൾ ക്ലോറിൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ക്ലോറിൻ എന്ന് പറയുന്നത് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇവിടെ ക്ലോറിൻ ആണെങ്കിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇവിടെ ക്ലോറിൻ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇനി നോക്കിയേ, +3 എന്ന് പറയുമ്പം എക്സ്ട്രീമിറ്റീസിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആണ്. +1 എന്ന് പറയുമ്പോൾ എക്സ്ട്രീമിറ്റീസിന് ഇൻ ബിറ്റ്വീൻ ആണ്. +5 എന്ന് പറയുമ്പോഴും എക്സ്ട്രീമിറ്റീസിന് ഇൻ ബിറ്റ്വീൻ ആണ്. ബട്ട് വാട്ട് അബൌട്ട് +7? +7 ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിൽക്കുന്നതുകൊണ്ട് ഇറ്റ് കനോട്ട് ബി ഫർദർ ഓക്സിഡൈസ്ഡ്. സോ ദേ വോണ്ട് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ ഡിസ്പ്രപ്പോർഷനേഷൻ തരാത്തയാൾ അത് ClO4 മൈനസ് ആയിരിക്കും. പെർക്ലോറേറ്റ് എന്ന് പറയുന്ന ആൾ ClO4 മൈനസ് അതായിരിക്കും ഡിസ്പ്രപ്പോർഷൻ തരാത്തയാൾ. ഓക്കെ, 56th question, option 2. 57th question, it's a matrix match type of question ആണ്. Match the column compounds list 1 with the appropriate catalyst or reagent for their reduction to corresponding amines. So this ABCD 4 പേരെയും അമീനാക്കി മാറ്റണം. അതിന് വേണ്ട സ്യൂട്ടബിൾ റിയേജൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അമൈഡിനെ അമീനാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ചെയ്യാം, ഒരു പ്രൈമറി അമൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ. പക്ഷെ അതൊന്നും അവിടെ തന്നിട്ടൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, അവരെ നമുക്ക് റിഡക്ഷൻ നടത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, യൂസിങ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ട് അമൈഡിനെ റെഡ്യൂസ് ചെയ്താൽ ആരായി പൊക്കോളും, അമീനായി പൊക്കോളും. സോ A മാച്ചസ് വിത്ത് 3, Aക്ക് 3 മാച്ചിങ് ആയിട്ട് എടുക്കാം. ആൻഡ് നൈട്രോബെൻസീനെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ച് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഒഴിവാക്കാൻ പറ്റുന്നത്. നൈട്രോബെൻസീനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് ഡയസോബെൻസീൻ ആയിരിക്കും കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഡയസോബെൻസീൻ ആയിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പം ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അവിടെ പറ്റത്തില്ല. അപ്പം നൈട്രോബെൻസീനെ നിങ്ങൾക്ക്
ആരാക്കി മാറ്റണം? അമീനാക്കി മാറ്റണമെങ്കിൽ മെറ്റൽ ഇൻ മെറ്റൽ ഡിസോൾവിങ് ആസിഡ്സ് പറ്റും. മെറ്റൽ ഇൻ മെറ്റൽ ഡിസോൾവിങ് ആസിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ആ റിഡക്ഷൻ നടക്കും. സോ മെറ്റൽ ഇൻ മെറ്റൽ ഡിസോൾവിങ് ആസിഡ്സ് ടിൻ ഇൻ HCl പറ്റും. സോ ബി മാച്ചസ് വിത്ത് 4. ബി മാച്ചസ് വിത്ത് 4. നൈട്രൈലിനെ നിങ്ങൾക്ക് ഐസോസയനൈഡ് ആയിരുന്നെങ്കിൽ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് ചെയ്യാം. പക്ഷേ ഇത് ഐസോസയനൈഡ് അല്ല, വെറും സയനൈഡാണ്. സയനൈഡിനെ റെഡ്യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ കാറ്റലിറ്റിക് റിഡക്ഷൻ, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ചെയ്യാൻ പറ്റും. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ. സോ നൈട്രൈലിനെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി അമീനാക്കി മാറ്റാം. പ്രൈമറി അമീനാക്കി മാറ്റാനായിട്ട് പറ്റും. ഇനി ഡി തന്നിരിക്കുന്നയാൾ ശരിക്കും ഒരു N-ആൽക്കൈൽ താലിമൈഡ് എന്ന് പറയുന്ന ആൾ. N-ആൽക്കൈൽ താലിമൈഡ്. ആ N-ആൽക്കൈൽ താലിമൈഡിനെ നമ്മുടെ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൻ്റെ ഏറ്റവും അവസാനം കിട്ടുന്നയാളാണ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ സെക്കൻഡ് ലാസ്റ്റ് കിട്ടുന്ന സബ്സ്റ്റൻസ് ആണ്. ഇവരെ ഏതെങ്കിലും ഒരു ബേസ് വെച്ച് ഹൈഡ്രോളൈസ് ചെയ്താൽ മതി. ബേസ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ ഇവർ താലിക് ആസിഡിൻ്റെ സോൾട്ടായിട്ട് മാറും. മറിച്ച് ആ നൈട്രജൻ ഒരു പ്രൈമറി അമീനായിട്ട് മാറുകയും ചെയ്യും. നൈട്രജൻ പ്രൈമറി അമീനായിട്ട് മാറും. സോ RNH2 കിട്ടുകയും ചെയ്യും. RNH2. സോ അങ്ങനെയെങ്കിൽ ഈ സാധനം അമീനായിട്ട് മാറാൻ എനിക്ക് ഹൈഡ്രോളിസിസിലേക്ക് പോകാം. അക്വസ് NaOH എടുക്കാം. സോ ഡി മാച്ചസ് വിത്ത് 1. അങ്ങനെയെങ്കിൽ A3 വരണം, B4 വരണം, C2 വരണം, D1 വരണം. A3 B4, A3 B4 C2 D1. So option 4 will be your correct answer. Option 4 ആയിരിക്കും കറക്റ്റായിട്ട് വരേണ്ടിയിരുന്നത്. ഓപ്ഷൻ 4. ഈ ഫോമാറ്റിലായിരുന്നു ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഓപ്ഷൻസ് 4 വരണമായിരുന്നു. ഓക്കെ, സോറി. ഈ ഫോമാറ്റിൽ തന്നിരുന്നെങ്കിൽ ഓപ്ഷൻസ് 4 വരണമായിരുന്നു. ഓപ്ഷൻ 4 വരണമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിലെ 8th ക്വസ്റ്റ്യൻ, 58th ക്വസ്റ്റ്യൻ. ആൽക്കൈൽ ബ്രോമൈഡ് റിയാക്റ്റഡ് വിത്ത് മഗ്നീഷ്യം ഇൻ ഡ്രൈ ചെയ്ത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കട്ടെ. ദ നമ്പർ ഓഫ് RBr പ്രൊഡ്യൂസിങ് 2-methyl butane ബൈ ദി എബോവ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ ഇസ് ഡാഷ്. സോ 2-methyl butane തരാൻ പറ്റുന്ന എത്ര RBrകൾ ഉണ്ടെന്നാണ് ചോദ്യം. സോ നമുക്ക് ചിന്തിച്ച് നോക്കാം. തന്നിരിക്കുന്ന പ്രോഡക്റ്റ് ഇതാണ്. അപ്പോൾ ഇതിൽ എവിടെ ബ്രോമിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റുകളെ കിട്ടുമെന്ന് ചെക്ക് ചെയ്താൽ പോരെ. സോ ഇവിടെ ബ്രോമിൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി. ഇവിടെ ബ്രോമിൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്രോമിനെ എനിക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആക്കി ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ഈ കാർബണും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകും. ഇവിടെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, അത് സെയിം സാധനം തന്നെ കിട്ടും. പക്ഷേ ഇവിടെ ബ്രോമിനെ കൊടുക്കുമ്പോൾ ഡിഫറൻ്റ് ആയി. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൺസിഡർ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓൺലി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അസിമെട്രിക് കാർബണാറ്റോ സ്റ്റീരിയോ കൺസിഡർ ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അത് വേണ്ടാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീരിയോ ഐസോമേഴ്സിനെ കൂട്ടണ്ട, സ്ട്രക്ചറൽ ഐസോമേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്ന് അവർ പറയുന്നുണ്ട്. സോ ബ്രോമിനെ വേണമെങ്കിൽ 1 കൊടുക്കാം, 2 കൊടുക്കാം, അല്ലെങ്കിൽ അടുത്ത സൈഡിലേക്ക് കൊടുക്കാം. ബ്രോമിനെ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, അതേപോലെ തന്നെ ബ്രോമിനെ എവിടെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ഇവർ ശരിക്കും സ്ട്രക്ചറൽ ഐസോമേഴ്സ് പോസിബിളാണ് ചോദിച്ചത്. പക്ഷെ മറ്റൊരു ഫോമാറ്റിലാണ് ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ബ്രോമിനെ എനിക്ക് മാറ്റി മഗ്നീഷ്യം കൊടുത്ത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആക്കാം, ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ. ഇവിടുത്തെ ബ്രോമിനെ മാറ്റി ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആക്കാം, എന്നിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഹൈഡ്രോ കാർബൺ. ഇവിടുത്തെ ബ്രോമിനെ മാറ്റി ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആക്കാം, ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഹൈഡ്രോ കാർബൺ. ബ്രോമിനെ മാറ്റി ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആക്കാം, ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഹൈഡ്രോ കാർബൺ. അങ്ങനെ മൊത്തം എത്ര ആൽക്കൈൽ ബ്രോമൈഡ്സ് പറ്റും? 2-methyl butaneൽ നിന്നും നമുക്ക് 2-methyl butane കിട്ടണമെങ്കിൽ എത്ര ഹൈഡ്രോ കാർബണുകളെ എടുക്കണം? കാരണം ഈ 4 എടുത്താലേ പറ്റത്തുള്ളൂ. കാർബാനിയോൺ ഫോർമേഷനൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ കാർബാനിയോൺ വഴി റീഅറേഞ്ച്മെൻ്റ് ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് ഇവരെ ഇങ്ങനെ തന്നെ എടുക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. സോ ദ നമ്പർ ഓഫ് ഐസോമെറിക് പ്രോഡക്ട്സ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ഗിവിംഗ് 2-methyl butane ബൈ ദിസ് റിയാക്ഷൻ വിൽ ബി 4. 4 ഐസോമെറിക് കോമ്പൗണ്ടുകൾ പറ്റും. സ്ട്രക്ചറൽ ഐസോമേഴ്സ് മാത്രമാണ്. സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആകുമ്പോൾ 58th ഫസ്റ്റ് ഓപ്ഷൻ. 59th ക്വസ്റ്റ്യൻ നോക്കാം. തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എടുത്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ അടുത്ത് കോൺസ്റ്റൻറ്റ് പാരാമീറ്റർ പ്രഷർ ആണെന്ന് നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് പാരാമീറ്റർ പ്രഷറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഡി ജിയുടെ ഇക്വേഷൻ. ഡി ജി എന്ന് പറയുന്നത് വി ഡി പി മൈനസ് എസ് ഡി ടി, വി ഡി പി മൈനസ് എസ് ഡി ടി എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം. വി ഡി പി മൈനസ് എസ് ഡി ടി എന്നറിയാം. കോൺസ്റ്റൻറ്റ് പ്രഷറിലായതുകൊണ്ട് തന്നെ ഡി പി എന്ന് പറയുന്ന സാധനം 0 ആയപ്പം, കോൺസ്റ്റൻറ്റ് പ്രഷർ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഡി പി എന്ന് പറയുന്ന സാധനം 0 ആയപ്പം, അപ്പോൾ ഡി ജി ഈക്വൽ ടു മൈനസ് എസ് ഡി ടി എന്ന് വരും. അല്ലെങ്കിൽ ഡി ജി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വിൽ ബി മൈനസ് എസ് എന്ന് വരും, മൈനസ് എസ്. സോ എ മാച്ചസ് വിത്ത് മൈനസ് എസ് 2. എ മാച്ചസ് വിത്ത് 2.
A matches with 2 ആണ്. B dou H by dou T at constant pressure ആണ്. Dou H by dou T at constant pressure ആണ്. അത് നമുക്ക് ഓൾറെഡി ഒരു സിമ്പിൾ റിലേഷൻഷിപ്പ് നമുക്ക് അറിയാവുന്നുണ്ട്. സിമ്പിൾ റിലേഷൻഷിപ്പ് നമുക്കറിയാം. Dou H by dou T. അപ്പം ഡി എച്ചിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഡി എച്ചിൻ്റെ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡി ക്യൂ കോൺസ്റ്റൻറ്റ് പ്രഷർ അല്ലേ, അപ്പം കോൺസ്റ്റൻറ്റ് പ്രഷർ ഡി ക്യൂ പി. സോ ഡി ക്യൂ പി എന്ന് പറയുന്നത് എൻ സി പി ഡി ടി ആണ്. എൻ സി പി ഡി ടി ആണ് വരേണ്ടത്, എൻ സി പി ഡി ടി. സോ 1 മോളിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 മോൾ എടുക്കുകയാണെങ്കിൽ ഡി എച്ച് എന്ന് പറയുന്നത് സി പി ഡി ടി ആയിട്ട് എടുക്കാം. സോ ഡി എച്ച് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ ദാറ്റ് വിൽ ബി സി പി എന്ന് വരും. സി പി ഡി എച്ച് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പം സി പി എന്ന് വരും. സി പി ബി മാച്ചസ് വിത്ത് 1 വരും. സി നമ്മുടെ ആദ്യത്തെ റിലേഷൻ തന്നെയാണ്. ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ റിലേഷൻഷിപ്പിൽ പക്ഷേ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് ചെയ്യേണ്ടത്. കളയേണ്ടത് ആദ്യത്തെ റിലേഷൻഷിപ്പ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഞാൻ ഒന്ന് റൈസ് ചെയ്യുവാണ്, എഴുതാനിടയില്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഡി ജി ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി ആണ്. വി ഡി പി മൈനസ് എസ് ഡി ടി ആണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ഡി ടി എന്ന് പറയുന്ന സാധനം 0 ആയിപ്പോവും. ഡി ടി 0 ആയിപ്പോവും. അങ്ങനെയെങ്കിൽ ഡി ജി വിൽ ബി ഈക്വൽ ടു വി ഡി പി മൈനസ് 0 ആയിപ്പോയി. അങ്ങനെയെങ്കിൽ ഡി ജി ഡിവൈഡഡ് ബൈ ഡി പി അല്ലെങ്കിൽ ഡോ ജി ഡിവൈഡഡ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വിൽ ബി വി എന്ന് വരും. വി എന്ന് വരും. സോ സി മാച്ചസ് വിത്ത് 4 ആണ്. സി മാച്ചസ് വിത്ത് 4 ആണ്. ആൻഡ് ഡോ യു ബൈ ഡോ ടി. അപ്പോൾ ഡോ യു ബൈ ഡോ ടിക്ക് നമുക്ക് ഡി യുവിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഡി യുവിൻ്റെ ഒരു എക്സ്പ്രഷൻ ഡി യു എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഡി ക്യു അറ്റ് കോൺസ്റ്റൻറ്റ് വി ആയിട്ട് എടുക്കാം. ഡി ക്യു അറ്റ് കോൺസ്റ്റൻറ്റ് വി അതെന്ന് പറയുന്നത് എൻ സി വി ഡി ടി ആണ്. എൻ സി വി ഡി ടി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. എൻ സി വി ഡി ടി എന്ന് പറയുമ്പോഴേക്കും എൻ 1 മോൾ ആണെങ്കിൽ ഡി യു വിൽ ബി ഈക്വൽ ടു സി വി ഡി ടി എന്ന് വരും. സി വി ഡി ടി. സോ സി വി ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ സി വി എന്ന് വരും. സി വി. സോ ഡി മാച്ചസ് വിത്ത് 3. So A2 B1 C4 D3. A2 B1 C4 D3. A2 B1 C4 D3. 59th question option 2 വരും. 59th questionൻ്റെ option 2 വരും. 59th question option 2. Hope you got it. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 60th question. The correct order of the following complexes in terms of their crystal field stabilization energies. ഇച്ചിരി ആലോചിക്കാനൊക്കെ ഉണ്ട് അതിനകത്ത്. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ടുണ്ട്. സോ ആദ്യം തന്നിരിക്കുന്നത് കൊബാൾട്ട് NH3 ടൈംസ് 2+ ആണ് തന്നിരിക്കുന്നത്. 2+. അപ്പോൾ കൊബാൾട്ട് എന്ന് പറയുന്നത് ഇപ്പം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴേക്കും ടെട്രാഹൈഡ്രലാണ്. ടെട്രാഹൈഡ്രൽ വരുന്ന സമയത്ത് EgT2G എന്ന് വരും. EgT2G എന്ന് വരും സാധനം. അപ്പോൾ EgT2G എന്ന് വരുന്ന സമയത്ത് കൊബാൾട്ട്, സ്കാൻഡിനേവിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട് D7 കോൺഫിഗറേഷനിലാണ് നിൽക്കുന്നത്. D7 കോൺഫിഗറേഷനിൽ എങ്ങനെ വരച്ചാലും ഒരേപോലെ നിൽക്കത്തുള്ളൂ. D7 കോൺഫിഗറേഷൻ നിങ്ങൾ എങ്ങനെ വരച്ചെന്ന് പറഞ്ഞാൽ ഒരേപോലെ D7 കോൺഫിഗറേഷൻ വരത്തുള്ളൂ. ആ D7 കോൺഫിഗറേഷനിൽ നിൽക്കുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ആയി? ഇവിടെയാണെങ്കിൽ 4 ഇലക്ട്രോൺ, ഇവിടെയാണെങ്കിൽ 3 ഇലക്ട്രോൺസ്. സോ ദെർഫോർ ദ CFSE കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ താഴത്തേൻ്റെ എനർജി എന്ന് പറയുന്നത് -0.6 ഡെൽറ്റ ടിയും ഇതിനാണെങ്കിൽ 0.4 ഡെൽറ്റ ടി. സോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 4 × -0.6 ഡെൽറ്റ ടി പ്ലസ് 0.4 ഡെൽറ്റ ടി × 3 എന്ന് വരും. സോ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും -2.4 ഡെൽറ്റ ടി പ്ലസ് 1.2 ഡെൽറ്റ ടി. സോ ദാറ്റ് വിൽ ബി -1.2 ഡെൽറ്റ ടി എന്ന് വരും. ഡെൽറ്റ ടി ഡെൽറ്റ ഒ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ഡെൽറ്റ ടി ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ ആണ്. ഡെൽറ്റ ഒ അപ്പോൾ വേണമെങ്കിൽ അതിന് നമുക്ക് 4/9 ആയിട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇതിലും ചെറിയൊരു വാല്യൂ കിട്ടുന്നത് 1.2 × ഡെൽറ്റ
4/9 ഡെൽറ്റ ഒ. എന്തിനാ ഞാൻ 4/9 ഡെൽറ്റ കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ഒക്ടാഹൈഡ്രലാണ്. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ അതിനതായിരിക്കും നല്ലത്. സോ 4/9 ക്യാൻസലേഷൻസ് ഒക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ the value will be somewhere around -1.2 delta t എന്നല്ല കിട്ടി അല്ലേ. അപ്പോൾ സംവെയർ അറൗണ്ട് അത് 0.53 ഡെൽറ്റ ഒ എന്നൊക്കെ കിട്ടും. 0.53 ഡെൽറ്റ ഒ എന്ന് കിട്ടും. -0.53 ഡെൽറ്റ ഒ കിടക്കട്ടെ. അടുത്ത ആളെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൻ്റെ കിട്ടിയിരിക്കുന്നത് -0.53 ഡെൽറ്റ ഒ എന്ന് കിട്ടി. ഞാൻ ഓർഡർ ഇതാണെന്നല്ല പറയുന്നത്, ഞാൻ ഓരോന്നിൻ്റെ വാല്യൂ എഴുതിയിട്ട് നമുക്ക് ഓർഡർ നോക്കാം. ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യാം. ദെൻ CONH3 6 times 2+. CONH3 6 times 2+ ആകുന്ന സമയത്ത് അവിടെ CO 2+ തന്നെയാണ്. 2+, പക്ഷേ അത് ഒക്ടാഹൈഡ്രലാണ്. ഒക്ടാഹൈഡ്രൽ ആകുമ്പോഴേക്കും 7 ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് NH3 ഒരു സാഹചര്യത്തിൽ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്ത് പെയറിംഗ് ഒന്നും നടക്കാതിരിക്കും. സോ പെയറിംഗ് നടക്കാതിരിക്കുമ്പോൾ അത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. സോ ഹൈ സ്പിൻ കോംപ്ലക്സ് ആകുന്ന സമയത്ത് 1 2 3 4 5 6 7 ഇങ്ങനെ വരും. അയ്യോ ഇങ്ങനെയല്ലല്ലോ, T2G EG 1 2 3 4 5 6 7 ഇങ്ങനെ വയ്ക്കും. സോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് താഴത്തെ T2G ലെവലിൻ്റെ എനർജി എന്ന് പറയുന്നത് -0.4 ഡെൽറ്റ ഒയും ദിസ് ഇസ് 0.6 ഡെൽറ്റ ഒയും വരും. സോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് CFSC കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ദ വാല്യൂ ഇസ് ഗോയിങ് ടു ബി 5 × -0.4 ഡെൽറ്റ ഒ plus 2 × 0.6 ഡെൽറ്റ ഒ. കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ദിസ് ഇസ് -2 ഡെൽറ്റ ഒ plus 1.2 ഡെൽറ്റ ഒ. So the value is going to be 0.8 delta O. -0.8 delta O. സോ എങ്ങനെ പോയി കഴിഞ്ഞാലും സ്റ്റെബിലൈസേഷൻ എനർജീസ് ആകുമ്പോഴേക്കും യു ഹാവ് ടു ചെക്ക് ദി മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി, സ്റ്റെബിലൈസേഷൻ എനർജി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി, മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വാല്യൂ വരുന്നത് -0.8 ഡെൽറ്റ ഒ എന്ന് വരും. -0.8 ഡെൽറ്റ ഒ എന്ന് വരും. -0.8 ഡെൽറ്റ ഒ. അടുത്ത ആളിലേക്ക് നോക്കുവാണെങ്കിൽ അടുത്തവരുടെ പ്രത്യേകത കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോഴേക്കും അത് D6 ആണ്. D6 കോൺഫിഗറേഷനിൽ മിക്ക ലിഗാൻഡുകളും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും. കാരണം കൊബാൾട്ട് D6 ഒക്ടൈഡൽ ആകുമ്പോൾ ഒരു എക്സെപ്ഷണൽ കേസാണുള്ളത്. സോ മിക്കവാറും ലിഗാൻഡുകളെല്ലാം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും. സോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുകൾ ഫോഴ്സ്ഫുള്ളി 6 ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിപ്പിക്കും. 6 ഇലക്ട്രോണിനെ പെയർ ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴേക്കും ദ വാല്യൂ ഇസ് ഗോയിങ് ടു ബി ഈ എനർജി ലെവലിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ 0.4 ഡെൽറ്റ ഒ ആണ്. സോ 6 ഇലക്ട്രോൺസ് വരും. 6 ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് 6 × CFSC = 6 × -0.4 ഡെൽറ്റ ഒ ആയിരിക്കും. -0.4 ഡെൽറ്റ ഒ. ദെൻ 3 ഇലക്ട്രോൺസിനെ രണ്ടെണ്ണത്തിനെ ഫോഴ്സ്ഫുള്ളി പെയർ ചെയ്യിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് 2p എന്ന് വരും. രണ്ടെണ്ണത്തിനെ ഫോഴ്സ്ഫുള്ളി പെയർ ചെയ്യിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അത് 2p എന്ന് വരും. ഒരു പെയറിംഗ് എനർജി രണ്ടെണ്ണം കൂടെ വരും. സോ ദ വാല്യൂ വിൽ ബി -2.4 ഡെൽറ്റ ഒ. -2.4 ഡെൽറ്റ ഒ. -2.4 ഡെൽറ്റ ഒ. ആൻഡ് അപ്പുറത്തെ കേസിലും കൊബാൾട്ട് +3 D6 ഒക്ടാഹൈഡ്രലാണ്. അമോണിയ ആ ഒരു കേസിൽ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ അവിടെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡൊക്കെ ഇതൊക്കെ തന്നെയാണ്, -2.4 ഡെൽറ്റ ഒ. പക്ഷേ ഈ ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് ഫോർ എത്തിലീൻ ഡൈയമീനും NH3യുടെയും കേസിൽ രണ്ടും രണ്ടാണ്. ഇയറിൻ്റെ ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്തും അമോണിയയുടെ ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്തും രണ്ടും രണ്ടാണ്. കാരണം EN എന്ന് പറയുന്ന ആൾ ഒരു കീലൈറ്റിക് ലിഗാൻഡാണ്. അതുകൊണ്ട് തന്നെ ആ കോംപ്ലക്സ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഇതാണെങ്കിലും EN വരുന്ന കേസിൽ വാല്യൂ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സ്റ്റെബിലൈസേഷൻ എനർജി കുറച്ചുകൂടെ കൂടുതലായിരിക്കും വരുന്നത്. സോ ദെയർഫോർ ഈ വാല്യൂ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തതാണെങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ EN ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്, കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും നമ്മുടെ കോംപ്ലക്സ്. അങ്ങനെയെങ്കിൽ കറക്റ്റ് വരേണ്ടത് EN ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് NH3 വരണം. NH3 6 times, then +2 NH3, then tetrahedral NH3. So second option will be our correct answer. 60th question, second option. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. 61st question. Density of a 3 molar NaCl solution is 1.25 gram per ml.
ദി മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഈസ് മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ചെയ്ത് നോക്കാം. മൊളാലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്, മൊളാരിറ്റി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. കോൺസെപ്ച്വലി ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ ആണ്. 3 മോൾസ് ഇൻ 1 ലിറ്റർ ആണ്, അതായത് 1000 ml. 1000 ml 3 മോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് മൊളാലിറ്റിക്ക് വേണ്ടത് ഗ്രാംസ് ഓഫ് സോൾവെൻറ്റ് മതി. ഗ്രാംസ് ഓഫ് സോൾവെൻറ്റ്. എനിക്ക് സൊല്യൂഷൻ്റെ ML ആണ് കിട്ടിയത്. അപ്പോൾ സൊല്യൂഷൻ്റെ ML എന്ന് പറയുമ്പം സൊല്യൂഷൻ്റെ വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആക്ച്വലി ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കിട്ടും. ഡെൻസിറ്റി 1.25 എന്ന് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈഡ് ബൈ 1000 ചെയ്ത് കഴിയുമ്പം 1250 grams ആണ് വെയിറ്റ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ വെയിറ്റ് ഓഫ് ദി സൊല്യൂഷനകത്തുനിന്ന് മൊളാലിറ്റി കണ്ടുപിടിക്കാൻ വെയിറ്റ് ഓഫ് ദി സോൾവെൻറ്റ് വേണം. അപ്പോൾ വെയിറ്റ് ഓഫ് ദി സോൾവെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് കുറയ്ക്കണം. സൊല്യൂട്ടിൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പം 3 moles ഓഫ് NaCl ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഒന്ന് റൈസ് ചെയ്യാം, ഡേറ്റ അങ്ങ് റൈസ് ചെയ്യുക. 3 moles ഓഫ് NaCl എന്ന് പറയുമ്പോൾ മാസ് ഓഫ് NaCl എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്യണ്ടേ. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് 3 ഇൻറ്റു NaClൻ്റെ 23 പ്ലസ് 35.5. So that will be 58.5 വരും. 3 into 58.5 ആയിരിക്കും വെയിറ്റ് ഓഫ് NaCl എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് NaCl. അങ്ങനെയെങ്കിൽ വാട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, സോൾവെൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റിൽ നിന്നും സൊല്യൂട്ടിൻ്റെ വെയിറ്റ് കുറയ്ക്കണം. 3 into 58.5 സബ്ട്രാക്ട് ചെയ്യണം. ഇത് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1074.5 ആയിരിക്കും. 1074.5 ആയിരിക്കും കിട്ടുന്നത്. യെസ്, വെയിറ്റ് ഓഫ് ദി സോൾവെൻറ്റ്. അങ്ങനെയെങ്കിൽ വെയിറ്റ് ഓഫ് ദി സോൾവെൻ്റ് ആയി. മോൾസ് ഓഫ് ദി സൊല്യൂട്ടും ഉണ്ട്. സോ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഗ്രാംസിലായതുകൊണ്ട് 1000 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അപ്പം നമ്പർ ഓഫ് മോൾസ് 3 ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെൻറ്റ് 1074.5 മൾട്ടിപ്ലൈഡ് ബൈ 1000. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സംവെയർ അറൗണ്ട് 2.5 മേലെ ഒരു വാല്യൂ വരണം. 2.5 മേലെ ഒരു വാല്യൂ വരണം. സോ 2.79 മോളാലായിരിക്കും. 2.79 മോളാൽ നമുക്ക് ആ ലോജിക്കലി ഞാൻ അപ്ലൈ ചെയ്തതാണ്. ഓപ്ഷൻസിനകത്തും അങ്ങനെ തന്നെ തന്നിരിക്കും. അപ്പോൾ 2.79 മോളാലായിരിക്കും വരുന്നത്. കാരണം എന്ന് നോക്കിയാൽ 3000 ഡിവൈഡഡ് ബൈ 1074. 3000 ഡിവൈഡഡ് ബൈ 1000 ആയിരുന്നെങ്കിൽ അത് 3 വന്നേനെ. പക്ഷേ 1000-നെക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ 2.5-നും 3-ക്കും ഇടയിൽ ഒരു വാല്യൂ, ദാറ്റ് വിൽ ബി 2.79 മോളാർ. 2.79 molar. Hope you got it. 62. The molar solubility S of zirconium phosphate with the molecular formula ZR4 plus thrice PO4 3 minus 4 times is given by the relation. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സിർക്കോണിയം ഫോസ്ഫേറ്റ്, അതിനകത്തുള്ള അയോൺസും അവരെങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ZR thrice PO4 4 times എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ZR 3 ZR 4 പ്ലസും 4 PO4 3 മൈനസും ആയിട്ടൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇനിഷ്യലി ഉണ്ടായിരുന്നത് 1 മോളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സിർക്കോണിയം ഫോസ്ഫേറ്റ് 1 മോളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇനിഷ്യലി ഇത് 0, ഇത് 0. 1-ൽ നിന്നും S ഡീകമ്പോസ് ചെയ്ത് പോയി. അപ്പോൾ 3S മോൾസ് ഇവിടെ വരും, 4S മോൾസ് വരും. കാരണം ഇത് 1:3:4 സിസ്റ്റമാണ്. അങ്ങനെയെങ്കിൽ ഇക്വിലിബ്രിയയിൽ 1 മൈനസ് S ആണ് ബാക്കി കാണുന്നത്, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു S ഇറ്റ്സെൽഫ്. കാരണം സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ടിനെ സംബന്ധിച്ച് S അല്ല 1 ഇറ്റ്സെൽഫ്. സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ടിനെ സംബന്ധിച്ച് ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 3S, ദിസ് ഇസ് ഗോയിങ് ടു ബി 4S. 3S 4S. അങ്ങനെയെങ്കിൽ KSP കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ KSP എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ZR4 plus raised to 3 multiplied by concentration of phosphate raised to 4. So zirconium 4 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ആയിട്ട് 3S ആണുള്ളത്. 3S ക്യൂബ് ഇൻറ്റു ഫോസ്ഫേറ്റിൻ്റെ 4S raised to 4 വരും. 4S raised to 4. അങ്ങനെയെങ്കിൽ ദ വാല്യൂ ഇസ് ഗോയിങ് ടു ബി
27 multiplied by 4 times 4. അപ്പോൾ 64 times 4 വരും. 64 times 4 അതങ്ങനെ തന്നെ കിടക്കണം. So 3 cube multiplied by 4 to the power 4 into s raised to 7 വരും. S raised to 7. So the value of KSP is going to be this quantity. So the molar solubility S എന്ന് പറയുന്നത് KSP divided by 3 cube into 4 to the power 4 the whole raised to 1 by 7. 7th root വരണം. 7th root. So multiply ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ വലിയൊരു വാല്യൂ കിട്ടുന്നത്. KSP divided by 6912 the whole raised to 1 by 7. 1 by 7. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ KSP 6912 the whole raised to 1 by 7 വരും. 1 by 7. ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ KSP by 6912 divided raised to 1 by 7. So ഓപ്ഷൻ 1 വരും. ഓപ്ഷൻ 1 വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 62 ഓപ്ഷൻ 1 വരും. ഓപ്ഷൻ 1 വരും. Hope you got it. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 63. The most stable carbocation from the following is. Most stable carbocation from the following is. അപ്പോൾ എല്ലാവരും ബെൻസൈൽ കാറ്റയോൺ ആണ്. ബെൻസൈൽ കാറ്റയോണെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരണം. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് തന്നെ വരണം. സോ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ ഇവിടെ 2 പേരാണല്ലോ. ഒന്ന് OMe പാരായിലിരിക്കുന്നതും ഒന്ന് CH3 പാരായിലിരിക്കുന്നതും. OMe പാരായിലിരിക്കുമ്പം അതിൻ്റെ -I ഇഫക്റ്റ് വളരെ കുറവാണ്. ഡിസ്റ്റൻസ് കൂടുതലല്ലേ. അതുകൊണ്ട് തന്നെ -I ഭയങ്കര കുറവും ഇതിൻ്റെ +R ഭയങ്കര കൂടുതലുമായിരിക്കും. അതേ സ്ഥാനത്ത് ഇവിടെ CH3 ഗ്രൂപ്പ് പാരയിലിരിക്കുമ്പോൾ അതിൻ്റെ ഹൈപ്പർ കോൺജുഗേഷനും ശ്രദ്ധിക്കണം. +I എഫക്റ്റ് ഉണ്ട്. പക്ഷേ +Iയും വളരെ കുറവാണ്. സോ ദ ഹൈപ്പർ കോൺജുഗേഷൻ ഓഫ് CH3 വേഴ്സസ് ദി +R എഫക്റ്റ് ഓഫ് ദി OMe നോക്കുകയാണെങ്കിൽ OMeയുടെ +R തന്നെയായിരിക്കും ഡോമിനൻ്റ് ആയിട്ടുള്ളത്. നന്നായിട്ട് ഇലക്ട്രോൺസിനെ കൊടുത്ത് ദാറ്റ് വിൽ സ്റ്റെബിലൈസസ് ദി കാർബോകാറ്റയോൺ. നല്ല രീതിയിൽ ആ കാർബോകാറ്റയോണെ സ്റ്റെബിലൈസ് ചെയ്യും. സോ 63 ഓപ്ഷൻ 1 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരും. മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഇസ് ഗോയിങ് ടു ബി ദ ഫസ്റ്റ് ഓപ്ഷൻ. 63 ഫസ്റ്റ് ഓപ്ഷൻ വരും. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. Let's see the 64th question. Given below are 2 statements. Statement 1 and 2 നോക്കാം. An element in the extreme left of the periodic table. Extreme left എന്ന് പറയുമ്പോൾ S block metals, sodium, potassium, calcium, magnesium അവരൊക്കെ. Extreme left of the periodic table forms acidic oxides. Sodium oxide acidic ആണോ? Magnesium oxide acidic ആണോ? Calcium oxide acidic ആണോ? Potassium oxide acidic ആണോ? അല്ലല്ലോ. ഇവരൊക്കെ ബേസിക് ആയിട്ടുള്ള ഓക്സൈഡ്സ് ആണ്. സോ അസിഡിക് അല്ല, ഇവരൊക്കെ ബേസിക് ആയിട്ടുള്ള ഓക്സൈഡ്സ് ആണ്. സോ ദെയർഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2. ആസിഡ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഓക്സൈഡ് ഓഫ് എ റിയാക്റ്റീവ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ എക്സ്ട്രീം റൈറ്റ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. എക്സ്ട്രീം റൈറ്റ് ഓഫ് ദി പീരിയോഡിക് ടേബിളിലെ ഓക്സൈഡുകൾ എന്ന് പറയുമ്പോഴേക്കും അവരൊക്കെ കാണിക്കുന്ന ബിഹേവിയർ അസിഡിക് നേച്ചറാണ് ഇവരൊക്കെ കാണിക്കുന്നത്. അസിഡിക് ഓക്സൈഡ്സുകളാണ് ഇവരൊക്കെ കാണിക്കുന്നത്. ലൈക്ക് വൈസ് നിങ്ങളിപ്പം ഓക്സൈഡ്സ് ഓഫ് ക്ലോറിനോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ, ക്ലോറിൻ്റെ ഓക്സൈഡ്സുകളെ വെള്ളത്തിലെടുത്ത് കലക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആസിഡ് ഫോർമേഷൻ. ഓബ്വിയസ്ലി ആസിഡ് ഫോർമേഷൻ. ഹൈപ്പോഹാലസ് ആസിഡോ ഇങ്ങനത്തെ ഏതെങ്കിലും ആസിഡ് ഫോർമേഷനൊക്കെ നടന്നേക്കാം. സോ ആസിഡ് ഇസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ദി ഓക്സൈഡ്സ് ഓഫ് റിയാക്റ്റീവ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ എക്സ്ട്രീം റൈറ്റ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. എക്സ്ട്രീം റൈറ്റ് കിടക്കുക എന്ന് പറയുമ്പോഴേക്കും അവരൊക്കെ ആരാണ്? അസിഡിക് ആയിട്ടുള്ള ഓക്സൈഡുകളാണ്. അവർക്ക് ആസിഡ് ഫോർമേഷൻ, വെള്ളമായിട്ട് ചേർന്ന ആസിഡ് ഫോർമേഷൻ സംഭവിക്കാം. സോ അവർ അസിഡിക് ബിഹേവിയർ ഉള്ള ഒരു ഓക്സൈഡായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡിനെ എടുക്കാം, അല്ലെങ്കിൽ നൈട്രജൻ്റെ NO2 എടുക്കാം. ഇവരെയൊക്കെ നിങ്ങൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ SO3 എടുക്കാം. SO3 വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നയാളാണ് H2SO4 ഫോർമേഷൻ നടക്കും. NO2 വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നയാളാണ് HNO3 ഫോർമേഷൻ നടക്കാം. കാർബൺ ഡയോക്സൈഡിനെ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ കാർബോണിക് ആസിഡ് ഫോർമേഷൻ നടക്കും. അപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. 1 ഇൻകറക്റ്റും പക്ഷേ 2 കറക്റ്റുമാണ്. 1 ഈസ് ഫോൾസ് ബട്ട് 2 ഈസ് ട്രൂ. 1 is false but 2 is true. So first option vary. First option 1 is false but 2 is true. Yes, first option vary. 64th first option. Let's see the 65th question.
Given below are two statements. Statement 1, a spectral line will be observed for a 2px to 2py transition. അത് ശരിയാണോ? സാധാരണഗതിയിൽ ഒരു 2px 2py ചുമ്മാ ഇരിക്കുന്ന ഒരു ആറ്റത്തിന് 2pxൽ നിന്നും 2pyയിലേക്ക് ട്രാൻസിഷൻ കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, കാണിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇവരൊക്കെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് അല്ലേ. px py pz, px py pz ഇവർക്ക് 3 പേർക്കും ഒരേ എനർജി അല്ലേ, ഡീജനറേറ്റ് ഓർബിറ്റൽസ് അല്ലേ. സെയിം എനർജി ഉള്ളവരിൽ നിന്നും അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പെക്ട്രൽ ലൈൻ കാണിക്കുകയോ ഒക്കെ ചെയ്യുമോ? ഇല്ലല്ലോ, കാണിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. 2px ആൻഡ് 2py ആർ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അത് ശരിയാണ്, 2pxും 2pyയും ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. അങ്ങനെയെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റും 2 കറക്റ്റും. സ്റ്റേറ്റ്മെൻറ്റ് 1 incorrect. Statement 1 is false but 2 is true. 1 is false but 2 is true. 65. Statement 1 is false but 2 is true. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given below are two statements. Statement 1, nitrogen, sulfur, halogen and phosphorus present in an organic compound are detected by Lassaine's test. Nitrogen, sulfur, halogen and phosphorus present in an organic compound are detected by Lassaine's test. അതിലൊരു ശരിക്കും ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്, കോൺട്രാഡിക്റ്ററി ആണ്. എന്നിരുന്നാലും NCERT സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നോക്കുമ്പോൾ നൈട്രജൻ, സൾഫർ, ഹാലജൻ ആൻഡ് ഫോസ്ഫറസ് NCERT സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ലസൈൻസ് ടെസ്റ്റ് വഴി അവരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സോ ആസ് പെർ NCERT ദേ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ കറക്റ്റ് ഓപ്ഷൻ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് എടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 2, ദി എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്സ് ആർ കൺവേർട്ടഡ് ഫ്രം കോവാലൻറ്റ് ഫോം ഇൻ ടു അയോണിക് ഫോം by fusing the compound with the magnesium in Lassaine's test. Magnesium ആണോ Lassaine's ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്? അല്ലല്ലോ, magnesium അല്ല Lassaine's ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. മറിച്ച് ആരെയാണ് യൂസ് ചെയ്യുന്നത്? സോഡിയത്തിനെയാണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ്. മഗ്നീഷ്യം മെറ്റൽ അല്ല എടുക്കുന്നത്, മറിച്ച് സോഡിയം മെറ്റലാണ് എടുക്കുന്നത്. സോഡിയം മെറ്റൽ. അതുകൊണ്ടല്ല Lassaine's എക്സ്ട്രാക്റ്റിനെ നമ്മൾ പലപ്പോഴും സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് തന്നെ വിളിക്കുന്നതിന് കാര്യം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. So statement 1 correct but 2 incorrect. Statement 1 is true but 2 is false. 1 is true but 2 is false. Statement 1 is true but 2 is false. So 3 varum. 66 option 3 varum. Option 3. Adutha question 67. Identify the homoleptic complex that is or are low spin. Homoleptic complex that is or are low spin. ലോ സ്പിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ലോ സ്പിൻ ആകുമ്പോഴേക്കും സ്പ്ലിറ്റിംഗ് എനർജി ഒക്കെ ഭയങ്കര കുറവായിരിക്കണം. അപ്പോൾ ഇൻഡയറക്ട്ലി വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുന്നു. ലോ സ്പിൻ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം. FeCN ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹോമോലെപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോമോലെപ്റ്റിക് എന്ന് പറയുമ്പോഴേക്കും സിംഗിൾ ടൈപ്പ് ലിഗാൻഡേ കാണാൻ പാടുള്ളൂ, സിംഗിൾ ടൈപ്പ് ലിഗാൻഡ്. അപ്പോൾ ആദ്യം തന്നെ ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം അവിടെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് വന്നിട്ടുണ്ട്. ആദ്യം അതിനെ തന്നെ എലിമിനേറ്റ് ചെയ്യാം. And FeCN 6 times 4- hexacyanide of complex ion. അപ്പോൾ ഫെറൈറ്റ് 2 ആണ്, അയൺ +2 ഓക്സിഡൈൻ സ്റ്റേറ്റ്. അപ്പോൾ +2 ഓക്സിഡൈൻ സ്റ്റേറ്റ് ആകുമ്പോഴേക്കും D6 കോൺഫിഗറേഷൻ ആണ്. സ്കാൻഡിയം, പ്ലാറ്റിനം, വനഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ D6 കോൺഫിഗറേഷൻ ആണ്. ഒക്ടാഹൈഡ്രലാണ്. D6 കോൺഫിഗറേഷനിൽ സയനൈഡ് വന്നിരിക്കുന്നു. സയനൈഡ് വരുന്ന സമയത്ത് സയനൈഡ് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് എനർജി ഭയങ്കരമായിട്ട് കൂട്ടി വെക്കും. സ്പ്ലിറ്റിംഗ് കൂട്ടുന്ന സമയത്ത് എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇലക്ട്രോൺസ് പെയറിങ് നടന്നു കഴിയുമ്പോഴേക്കും 6 ഇലക്ട്രോൺസ് പെയർഡായിട്ട് നിൽക്കും. 6 ഇലക്ട്രോൺസ് പെയർഡായിട്ട് നിൽക്കുന്ന സമയത്ത് ലോ സ്പിൻ കോംപ്ലക്സ്. ചോദ്യത്തിൽ ആരാണ്? ലോ സ്പിൻ കോംപ്ലക്സ്. സോ ലോ സ്പിൻ കോംപ്ലക്സിൽ സീനെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ബി ഞാൻ നോക്കിയില്ല. ഓക്കെ, നമുക്ക് ബി നോക്കിയിട്ട് വരാവേ. സിയെ ഞാൻ പിക്ക് ചെയ്തു. സി അപ്പോൾ ഒരു ലോ സ്പിൻ കോംപ്ലക്സ് ആണ്, സമ്മതിച്ചു, ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ബി ഒന്ന് ചെക്ക് ചെയ്യാം. ബി ഈസ് കൊബാൾട്ട് ആണ്. ഹെക്സാഫ്ലൂറോ വരുന്നുണ്ട് അല്ലേ? ഹെക്സാഫ്ലൂറോ കൊബാൾട്ട് 3 കാറ്റയോൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. കൊബാൾട്ട് 3 അല്ലേ? കൊബാൾട്ട് +3 ആയിരിക്കുമ്പോൾ ഒക്ടാഹൈഡ്രലാണ്. പക്ഷേ ഫ്ലൂറിന് ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഈ ഒരു കേസിൽ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഭയങ്കര കുറവായിരിക്കും. CFSE സ്പ്ലിറ്റിംഗ് ഭയങ്കര കുറവായിരിക്കും. കുറവായതുകൊണ്ട് തന്നെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്പ്ലിറ്റിംഗ് കുറവായതുകൊണ്ട് തന്നെയും D6 കോൺഫിഗറേഷനാണ്. ഇത് D6 കോൺഫിഗറേഷനിൽ ഇലക്ട്രോൺസ്
സിംഗിളി ഒക്കുപ്പൈ ചെയ്തിട്ട് പിന്നെ പെയറിങ് നടക്കും. അപ്പോൾ എന്ത് പറ്റും? ഹൈ സ്പിൻ കോംപ്ലക്സ് ആയി മാറിയില്ലേ? കൊബാൾട്ട് D6 ഒക്ടാഹൈഡ്രൽ, പക്ഷേ ഫ്ലൂറിന് ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട്, ആ ഒരു കേസിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് പെയറിങ് നടക്കത്തില്ല. അപ്പോൾ അതൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. ബി എന്ന് പറയുന്നൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. ഹൈ സ്പിൻ കോംപ്ലക്സ്. സി ചെക്ക് ചെയ്തു, നമുക്ക് ഡീനെ ചെക്ക് ചെയ്യാം. ഡി ചെക്ക് ചെയ്യുമ്പോഴേക്കും കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നു. കൊബാൾട്ട് NH3 6 times 3+ അല്ലേ? ആ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ അമോണിയ ആ ഒരു കേസിൽ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുകൾ T2G EG ലെവൽ തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കൂട്ടി വെക്കും. സ്പ്ലിറ്റിംഗ് എനർജി കൂട്ടി വെക്കും. സ്പ്ലിറ്റിംഗ് എനർജി കൂട്ടി കഴിയുമ്പോഴേക്കും ഇലക്ട്രോൺസുകൾ പെയറിങ് നടക്കും. അപ്പോൾ 6 ഇലക്ട്രോൺസ് പെയർഡ് ആവും. പെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും ലോ സ്പിൻ കോംപ്ലക്സ് ആയി. സ്പിന്ന് കുറവാണ്, ലോ സ്പിൻ കോംപ്ലക്സ് ആയി. സോ ലോ സ്പിൻ, ഡി ലോ സ്പിൻ ആണ്. ആൻഡ് ഈനെ നോക്കാം. ഇ എന്ന് പറയുന്നത് ക്രോമിയം ആണ് വന്നിരിക്കുന്നത്. ക്രോമിയം. സോ വാട്ടർ വന്നിട്ടുണ്ടാവും. ക്രോമിയം +2, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. അപ്പം +2 ആവുന്ന സമയത്ത് അവർ ക്രോമിയം വരുന്നത് അവരുടെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ 3d5 4s1 എന്നുള്ള കോൺഫിഗറേഷനിൽ +2 ആകുമ്പോഴേക്കും അത് 3d4 ആവും. 3d4 ആവുന്ന സമയത്ത് വാട്ടർ അവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ്. സോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് 3d5 4s1 നിന്ന് 2 ഇലക്ട്രോൺസ് പോയി. അപ്പോൾ അത് 3d4 കോൺഫിഗറേഷനായി. അത് വാട്ടർ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്പ്ലിറ്റിംഗ് എനർജി കുറവായിരിക്കും. സോ അത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. ഇ എന്ന് പറയുന്ന ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്, കൂട്ടാൻ പറ്റത്തില്ല. സോ ഡി എന്ന് പറയുന്നതും ഡി ലോ സ്പിൻ ആണ്. ബി ഒരു ഹൈ സ്പിൻ ആണ്, കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ലോ സ്പിൻ ആയിട്ട് ആരൊക്കെ ഉള്ളൂ? സിയും എ ഇല്ലയെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എയിനെയും സീനെയും ആ കൂട്ടത്തിൽ എലിമിനേറ്റ് ചെയ്യാം. എ ഇല്ലയെന്ന് കണ്ടപ്പോൾ തന്നെ എയും സി എന്നുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെയുള്ളത് ബി ചെയ്തപ്പോൾ ബിയും ഇല്ലയെന്ന് കണ്ടു. ബിയും ഇല്ലയെന്ന് കണ്ടപ്പോഴേക്കും ബി ഉള്ളൊരു ഓപ്ഷനും കൂടെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെയുള്ളത് സി വരും. സി വരുമ്പോൾ സി ഒള്ളി കിടപ്പുണ്ട്, പക്ഷേ സി ആൻഡ് ഡിയും കിടപ്പുണ്ട്. സിയും ഡിയും കിടപ്പുണ്ട്. അപ്പം നമ്മൾ ചെയ്ത് വന്നപ്പോഴേക്കും സിയും ഡിയും എനിക്ക് കിട്ടി. സോ ഓപ്ഷൻ 3 വരും. ഓപ്ഷൻ 3. 68th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വലിയ റിയാക്ഷൻ സീക്വൻസ് തന്നിട്ടുണ്ട്. നമുക്ക് 1 by 1 എഴുതി നോക്കാം. എന്നിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ടൊളുവീൻ ഫിഗർ തന്നിട്ടുമുണ്ട്, പേര് എഴുതിയിട്ടുമുണ്ട്, കൺഫ്യൂഷൻ വരണ്ടാന്ന് എഴുതിയിട്ട്. ടൊളുവീനെ ക്രോമൈൽ ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. CrO2Cl2 ആൻഡ് CS2 ഇടയ്ക്ക് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അറിയാമല്ലോ എന്താ കോംപ്ലക്സ് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഈ സാധനം ഹൈഡ്രോളിസിസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിതിനെ ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറ്റാൻ പറ്റും. എറ്റാർട്സ് റിയാക്ഷൻ. ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറി എറ്റാർട്സ് റിയാക്ഷൻ. ആ എറ്റാർട്സ് റിയാക്ഷനിൽ അടുത്ത സ്റ്റെപ്പിൽ സോഡിയം ബൈസൾഫൈറ്റ് NaHSO3 ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ആൽഡിഹൈഡ്സും NaHSO3 ആയിട്ട് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ ആലിഫാറ്റിക് മീഥൈൽ കീറ്റോൺസും റിയാക്ട് ചെയ്യും NaHSO3 NaHSO3 ഇവർ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റിനെ കിട്ടും. COHCHSO3Na എന്ന് പറയുന്ന ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനെ കിട്ടും. അതാണ് ആ റെസിഡ്യൂ എ എന്ന് പറയുന്ന ആൾ. റെസിഡ്യൂ എ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ആ റെസിഡ്യൂ എയിനെ HCl, ഡൈല്യൂട്ട് HClമായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തുക. ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ആ സാധനം എഗെയിൻ ജെമിനൽ ഡയോളിലേക്ക് വരും. ജെം ഡയോൾസ് അറിയാം, ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസ് ആണ് ജെം ഡയോൾസ്. പെട്ടെന്ന് തന്നെ ഇവർക്ക് ഡീഹൈഡ്രേഷൻ നടന്ന് വാട്ടർ മോളിക്യൂള് പുറത്തു പോകും. ഡീഹൈഡ്രേഷൻ നടന്ന് വാട്ടർ മോളിക്യൂള് പോയി ആൽഡിഹൈഡ് ഫോർമേഷൻ നടക്കും. സോ ബെൻസാൽഡിഹൈഡിനെ കിട്ടും. ബെൻസാൽഡിഹൈഡ്. അപ്പോൾ കോമ്പൗണ്ട് എ ആരാന്നും ചോദിച്ചിട്ടുണ്ട്, കോമ്പൗണ്ട് ബി ആരാന്നും ചോദിച്ചിട്ടുണ്ട്. എ ബെൻസാൽഡിഹൈഡും ബി അല്ല, എ ബെൻസാൽഡിഹൈഡ് അല്ലല്ലോ, എ ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റും ബി എന്ന് പറയുന്ന ആൾ ബെൻസാൽഡിഹൈഡും. എ ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ്, ബി ബെൻസാൽഡിഹൈഡ്. ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 4. സോ ഓപ്ഷൻ 4ഉം അവിടെ ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റും ബെൻസാൽഡിഹൈഡും ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പകുതി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തും. അങ്ങനെ സമയം ലാഭിക്കാമായിരുന്നു ഇതിനകത്തൊക്കെ. 68th ക്വസ്റ്റ്യൻ. 69th ക്വസ്റ്റ്യൻ. Given below are two statements, statement 1 and 2.
കൊറോഷൻ ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ. ശരിയാണ്, കാരണം അതൊരു റിഡോക്സ് റിയാക്ഷൻ ആയിട്ടാണ് പറയുന്നത്. കൊറോഷൻ എന്ന് പറയുന്നത് മെറ്റലിൻ്റെ സ്ലോ ഓക്സിഡേഷൻ ഓഫ് മെറ്റൽ ആണ്, സ്ലോ ഓക്സിഡേഷൻ ഓഫ് മെറ്റൽ, ഇൻ വിച്ച് the pure metal act as anode and the impure metal act as the cathode. അതായത് പ്യുവർ മെറ്റൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മെറ്റലിലെ തന്നെ ഒരു ഭാഗത്ത് തുരുമ്പുണ്ട് മറ്റൊരു ഭാഗത്ത് തുരുമ്പില്ലെങ്കിൽ തുരുമ്പില്ലാത്ത ഭാഗം ആനോഡായിട്ടും തുരുമ്പുള്ള ഭാഗം കാഥോഡായിട്ടും ആക്ട് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ ലോസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്, പ്യുവർ മെറ്റൽ എന്ന് പറയുന്നത് ആനോഡായിട്ടും ഇംപ്യുവർ മെറ്റൽ എന്ന് പറയുന്നത് കാഥോഡായിട്ടും ആക്ട് ചെയ്യും. കാരണം ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, പ്യുവർ മെറ്റലിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, പ്യുവർ മെറ്റലിലാണ് കൊറോഷൻ നടക്കുന്നത്. സോ പ്യുവർ മെറ്റൽ ആക്ട് ആസ് ആനോഡ്, അവിടെ ഓക്സിഡേഷൻ നടക്കും, ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. ആനോക്സ് റെഡിക്കാറ്റ്, ആ കോഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കാം, ആനോക്സ് റെഡിക്കാറ്റ് എന്ന് പറയുന്ന സാധനം. സോ ആനോക്സ് റെഡ് ക്യാറ്റ്, ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ, ആനോക്സ് റെഡിക്കാറ്റ് എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും, സോ പ്യുവർ മെറ്റലിന് ഓക്സിഡേഷൻ നടന്ന് കൊറോഷൻ നടന്നു പോകും, അങ്ങനെ കൊറോഡ് ചെയ്യപ്പെടും. ഇംപ്യുവർ മെറ്റൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. 2 നോക്കാം. ദ റേറ്റ് ഓഫ് കൊറോഷൻ ഈസ് മോർ ഇൻ ഏത് മീഡിയയാണ് നമ്മൾ പറയുന്നത്? കൊറോഷൻ്റെ റേറ്റ് ഫാസ്റ്റർ ആവും എപ്പോൾ? ആസിഡ് മീഡിയയിൽ കൊറോഷൻ്റെ റേറ്റ് ഫാസ്റ്റർ ആയിരിക്കും ദാൻ ഇൻ ആൽക്കലൈൻ മീഡിയ. സോ ദെയർഫോർ എന്താ സംഭവിക്കുന്നത്? അസിഡിക് മീഡിയയിൽ കൊറോഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് നടക്കും, ഫാസ്റ്ററായിട്ട് കൊറോഷൻ കുറച്ചുകൂടെ നടക്കും, അപ്പോൾ റേറ്റും കൂടുതലായിരിക്കും ആ കേസിൽ. സോ ദ റേറ്റ് ഓഫ് കൊറോഷൻ ഈസ് മോർ ഇൻ അസിഡിക് മീഡിയ. തന്നിരിക്കുന്ന അസിഡിക് ആണോ? അല്ല, ആൽക്കലൈൻ മീഡിയ ദാൻ അസിഡിക് മീഡിയ. തിരിച്ചായിരുന്നു വരേണ്ടത്. അസിഡിക് മീഡിയയിലാണ് കൊറോഷൻ്റെ റേറ്റ് കൂടുതൽ, ആൽക്കലൈൻ മീഡിയയിൽ കൊറോഷൻ റേറ്റ് ഇച്ചിരി കുറവാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റുമാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് 2 ഈസ് ഫോൾസ്. 1 ഈസ് ട്രൂ ബട്ട് 2 ഈസ് ഫോൾസ്. 69th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 4 വരും. 69th ഓപ്ഷൻ 4 വരും. 1 ഈസ് ട്രൂ ബട്ട് 2 ഈസ് ഫോൾസ്. 70th ക്വസ്റ്റ്യൻ നോക്കാം. ആൽക്കെയിൻ ഫ്രം ബിലോ ഹാവിങ് 2 സെക്കൻഡറി ഹൈഡ്രജൻ ആറ്റം. 2 സെക്കൻഡറി ഹൈഡ്രജൻ ആറ്റമേ പാടുള്ളൂ. അപ്പോൾ വരച്ച് നോക്കണം എല്ലാം. 4 ഈഥൈൽ 3,4 ഡൈമീഥൈൽ ഒക്ടെയിൻ. അപ്പോൾ ഒക്ടെയിനെ വരയ്ക്കാം. 1 2 3 4 5 6 7 8 ഒക്ടെയിൻ. ഒക്ടെയിൻ്റെ 4th കാർബൺ 1 2 3 4. 4th കാർബണിൽ ഒരു ഈഥൈൽ ഇരിപ്പുണ്ട്. 3rd കാർബൺ 1 2 3. 3ൽ മീഥൈലുണ്ട്. 4ലും ഒരു മീഥൈലുണ്ട്. 4ലും മീഥൈൽ. അപ്പോൾ എത്ര സെക്കൻഡറി കാർബൺ ആറ്റംസ് ആയി നോക്കി? സെക്കൻഡറി കാർബൺ ആറ്റം 1, സെക്കൻഡറി കാർബൺ ആറ്റം 2, സെക്കൻഡറി കാർബൺ ആറ്റം 3, സെക്കൻഡറി കാർബൺ ആറ്റം 4, സെക്കൻഡറി കാർബൺ ആറ്റം 5. 5 സെക്കൻഡറി കാർബൺ ആറ്റത്തിലും 2 ഹൈഡ്രജൻ വെച്ച് കാണും. അങ്ങനെ മൊത്തം 10 സെക്കൻഡറി ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 1 അല്ല നമ്മുടെ ഓപ്ഷൻ. ഓപ്ഷൻ 2 നോക്കാം. 2244 ടെട്രാമീഥൈൽ ഹെക്സൈൻ. അപ്പോൾ 1 2 3 4 5 6 ഹെക്സൈൻ. 2244 ടെട്രാമീഥൈൽ ഹെക്സൈൻ. എത്ര സെക്കൻഡറി കാർബൺ ആറ്റമായി? ദാ ഈ കാർബൺ ആറ്റം സെക്കൻഡറി, ഈ കാർബൺ ആറ്റം സെക്കൻഡറി, 2 ഹൈഡ്രജൻ വെച്ച് ടോട്ടൽ ഓഫ് 4 സെക്കൻഡറി ഹൈഡ്രജൻസ് ഉണ്ട്. 4 അല്ല വേണ്ടത്, എനിക്ക് 2 സെക്കൻഡറി ഹൈഡ്രജൻസ് മതി. അപ്പോൾ 2 ഒരു ഓപ്ഷൻ അല്ല. ദെൻ 2233 ടെട്രാമീഥൈൽ പെൻറ്റൈൻ. 1 2 3 4 5. 2233 ടെട്രാമീഥൈൽ പെൻറ്റൈൻ. 2233 ടെട്രാമീഥൈൽ പെൻറ്റൈൻ. 2233 ടെട്രാമീഥൈൽ പെൻറ്റൈനിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? എത്ര സെക്കൻഡറി ഹൈഡ്രജൻ ഉണ്ട്? ഇതൊരു സെക്കൻഡറി കാർബൺ ആറ്റം, അവിടെ 2 ഹൈഡ്രജൻ ആറ്റം. സോ 2 സെക്കൻഡറി ഹൈഡ്രജൻ ആറ്റം. ഓപ്ഷൻ 3 ഈസ് ഹിയർ കറക്റ്റ് ആൻസർ. 4 വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് നോക്കാം. 4 ഇവിടെ വരച്ച് നോക്കണേ വരയ്ക്കാം. 2245 ടെട്രാമീഥൈൽ ഹെപ്റ്റൈൻ. അത് ഉറപ്പാണ്. അതിനകത്ത് എന്തായാലും 2-ലധികം കാണും. ഓപ്ഷൻ 3 ഈസ് യുവർ കറക്റ്റ് ആൻസർ. അപ്പോൾ സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് ഇത്രയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് നോക്കാം, അതായത് ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സെക്ഷൻ ബി ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ. The compound with the molecular formula C6H6 which gives only 1 mono-bromo derivative and takes up 4 moles of hydrogen per mole for complete hydrogenation has dash pi electrons. സൂക്ഷിച്ച് നോക്കി, എത്ര മോൾ ഹൈഡ്രജൻ എടുത്തു? 4 mole hydrogen per mole for complete hydrogenation. 4 മോള് ഹൈഡ്രജനെ എടുത്തു. 1 മോള് ഡബിൾ ബോണ്ടിനെ ഹൈഡ്രജനേറ്റ് ചെയ്യാൻ 1 മോള് ഹൈഡ്രജൻ വേണം. 1 മോള് ഡബിൾ ബോണ്ടിനെ ഹൈഡ്രജനേറ്റ് ചെയ്യാൻ 1 മോള് ഹൈഡ്രജൻ വേണം, കൺസിഡറിങ് സ്റ്റോഷിയോമെട്രിക്കലി. സോ 1 മോൾ ഡബിൾ ബോണ്ടിനെ ഹൈഡ്രജനേറ്റ് ചെയ്യാൻ 1 മോള് ഹൈഡ്രജൻ വേണം.
അപ്പം 4 മോൾ ഹൈഡ്രജൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 മോൾ ഹൈഡ്രജൻസ് ആർ റിക്വയർഡ് ദാറ്റ് കറസ്പോണ്ട്സ് ടു 4 കാർബൺ ഡബിൾ ബോണ്ട് ഓർ ഇൻ അതർവൈസ് ദർ വിൽ ബി എന്തായിരിക്കും, ട്രിപ്പിൾ ബോണ്ടിൻ്റെ ഫോമാറ്റിലായിരിക്കാം. 4 കാർബൺ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ 2 കാർബൺ ട്രിപ്പിൾ ബോണ്ടോ ആവാം. 4 കാർബൺ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ 2 കാർബൺ ട്രിപ്പിൾ ബോണ്ടോ ആവാം. അത് ഇവിടുന്ന് തന്നെ ഐഡിയ ആണ്. ദെൻ ഡാഷ് പൈ ഇലക്ട്രോൺസ് ആദ്യ ഫോർമുല നോക്കി നിങ്ങൾക്ക് വരച്ചു തരുന്നതിനേക്കാൾ എളുപ്പമാണ് ആ ഹൈഡ്രജൻ്റെ ഡേറ്റ തന്നെ. അപ്പം ഒന്നുകിൽ 4 കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ 2 കാർബൺ ട്രിപ്പിൾ ബോണ്ട്. ക്വസ്റ്റ്യനിൽ പൈ ഇലക്ട്രോൺസ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് തന്നെ ധാരാളം, ഈ ഡേറ്റ തന്നെ ധാരാളമാണ്. സോ ദയർഫോർ എത്ര പൈ ഇലക്ട്രോൺസ് ആവാം? 4 കാർബൺ ഡബിൾ ബോണ്ട്. ഒരു കാർബൺ ഡബിൾ ബോണ്ടിൽ 2 പൈ ഇലക്ട്രോൺ ഉണ്ടാവും. 4 എണ്ണത്തിലാകുമ്പം 8 പൈ ഇലക്ട്രോൺ. കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആകുമ്പം 4 പൈ ഇലക്ട്രോൺ ഉണ്ടാവും. 2 എണ്ണത്തിലായതുകൊണ്ട് ഓവറോൾ ഓഫ് 8 pi electrons. So answer will be 8 pi electrons. 8 pi electrons. 71st question, 8 pi electrons. Let's see the 72nd question. Niobium and ruthenium have X and Y number of electrons in their respective 4d orbitals. Niobium and ruthenium. So niobium വരുന്നത് എവിടെയാണ്? ക്രോമിയം ഫാമിലിയിൽ വരും. അതേപോലെ തന്നെ റുഥീനിയം വരുന്ന റുഥീനിയം അയൺ റുഥീനിയം ഓസ്മിയം അവിടെയാണ് വരുന്നത്. റുഥീനിയം അയൺ റുഥീനിയം ഓസ്മിയം. അപ്പോൾ നിയോബിയത്തിൻ്റെ കോൺഫിഗറേഷൻ ക്രോമിയം പോലെ അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. 41 ആണ് അല്ലേ, നിയോബിയം 41 വരും. 41. സോ 41 വരുന്ന സമയത്ത് ക്രിപ്റ്റോൺ അല്ലേ നിയോബിയം. 36 കഴിഞ്ഞ് ക്രിപ്റ്റോൺ 36 കഴിഞ്ഞ് 5s2 സോറി ക്രോമിയം അല്ലല്ലോ, വനേഡിയം ഫാമിലിയിലാണ് നിയോബിയം വരുന്നത്. സോറി പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വനേഡിയം ഫാമിലിയിലാണ് നിയോബിയം വരുന്നത്. ഓക്കെ, സോ 4d 4 5s1 എന്നാണ് വരുന്നത്. ശരിക്കും വരേണ്ടിയിരുന്നത് 4d3 5s2 ആണ് വരേണ്ടത്. പക്ഷേ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുത്തു, നിയോബിയം എടുത്തു. സോ 4dയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എക്സ് ആണ് നിയോബിയത്തിനെ സംബന്ധിച്ച്. സോ എക്സിൻ്റെ വാല്യൂ 4. ഇനി റുഥീനിയത്തിൻ്റെ കേസ് വരുമ്പം റുഥീനിയം അയൺ റുഥീനിയം ഓസ്മിയമാണ്. അയൺ റുഥീനിയം ഓസ്മിയം. ആ റുഥീനിയത്തിൻ്റെ കേസിലും ഇങ്ങനൊരു എക്സെപ്ഷൻ ഉണ്ട്. ക്രിപ്റ്റോൺ 4d 5s വരുമ്പോൾ ശരിക്കും അയണിൻ്റെ പോലെ d6s2 വരണം. പക്ഷേ ഇത് d7s1 എന്നാണ് കിടക്കുന്നത്. d7s1 എന്നാണ് കിടക്കുന്നത്. d7s1. സോ ദെർഫോർ ഇവിടെ റുഥീനിയത്തിൻ്റെ 4dയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം y ആണ്. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് x പ്ലസ് y. 4 പ്ലസ് 7 4 പ്ലസ് 7 ആണെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ ബി 4 പ്ലസ് 7 തന്നെയല്ലേ 11. 72 ആൻസർ 11. ആൻസർ 11. 72 ആൻസർ 11. ക്വസ്റ്റ്യൻ നമ്പർ 73 നോക്കാം. The complex Ni2 plus ion and the dimethyl glyoxime contains the number of hydrogen atoms. So nickel dimethyl glyoxime ആ ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്. നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സൈം ആണ് പറഞ്ഞിരിക്കുന്നത്. നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സൈം. Third question. The complex Ni2 plus ion and dimethyl glyoxime contains dash number of hydrogen atoms. Dimethyl glyoxime. So complex nickel DMG twice. അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിക്കലിലേക്ക് ഡൈമീഥൈൽ ഗ്ലയോക്സൈമിനിൽ നൈട്രജൻ ഒരു OH കാണും. കോർഡിനേറ്റ് ബോണ്ടല്ല, ഡോട്ടഡ് ആയിട്ട് വരയ്ക്കും. ഇവിടെ ഒരു O മൈനസ് ആയിരിക്കും. ഇവിടെ CH3 ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. നൈട്രജൻ മേലോട്ട് O മൈനസ്. ഈ O മൈനസ് ഈ ഹൈഡ്രജൻ തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ കാണുമേ. ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ കാണും. CH3
ഇതാണ് നിക്കൽ ഡൈമീഥൽ ഗ്ലയോക്സൈം കോംപ്ലക്സ് എന്ന് പറയുന്നത്, നിക്കൽ ബിസ് ഡൈമീഥൽ ഗ്ലയോക്സൈം എന്ന് പറയുന്ന ആൾ. അതിൽ എത്ര ഹൈഡ്രജൻസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ കൗണ്ട് ചെയ്യാം. 3 + 3 6 + 1 7, 7 + 3 10, 10 + 3 13, 13 + 1 14. 14 hydrogen atoms are there. 14 hydrogen atoms are there. Question number 73, 14 hydrogen atoms are there. Okay, 73. So question predict in the I hope you got it. So now let's see the complex and structure എന്ന് അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ അവിടെ വേണ്ടിയിരുന്ന കാര്യം. നമ്മുടെ സോൾട്ട് അനാലിസിസിലാണെങ്കിലും അതുപോലെ കോർഡിനേഷൻ കോംപ്ലക്സസിലാണ്, ആ ചാപ്റ്ററിലാണെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിക്കലിൻ്റെ ഡി ഗ്രൂപ്പ് 4 നിക്കലിൻ്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നിക്കൽ സൾഫൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു, അതിന് അക്വാ റീജിയയിൽ ഇട്ട് ബോയിൽ ചെയ്യിപ്പിച്ച് ഡ്രൈ ചെയ്ത് വെള്ളം വെച്ച് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് DMG ഒഴിച്ച് പ്രസിപ്പിറ്റേഷൻ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഒരു വൈൻ റെഡ് കളറേഷനൊക്കെ കിട്ടുന്ന കാര്യം പറയുന്നത്, വൈൻ റെഡ് കളറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 74th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് കേസസ് ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ. നമുക്ക് ഈഥെയിൻ്റെ കമ്പഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട് അല്ലേ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആയിരിക്കും. എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ട്, ഗ്രാഫൈറ്റിൻ്റെ കമ്പഷൻ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ്റെയും കമ്പഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. സോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈഥെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്, ഈഥെയിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് ഈഥെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ 2 കാർബൺ ആറ്റംസും 3 ഹൈഡ്രജൻ മോളിക്യൂളും കൂടെ ചേർന്ന് C2H6 ഗ്യാസ് ഫോം ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ഗ്രാഫൈറ്റ് കാർബൺ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ഇക്വേഷനെ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഹൈഡ്രജനും ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, അപ്പോൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈ വാല്യൂസ് ട്വൈസ് ആവും, ഈ വാല്യൂ ത്രൈസ് ആവും. ഇനി ചെയ്യേണ്ടത്, എനിക്ക് ഈഥെയിനെ RHSലാണ് വേണം. ഈഥെയിനെ RHSൽ വേണ്ടി വരുമ്പം ഈ ഇക്വേഷനെ നമ്മൾ ഇൻവേഴ്സ് ചെയ്യണം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കുകയാണെങ്കിൽ ഇനി ഇൻവേഴ്സ് ചെയ്യണം. അപ്പോൾ ഇൻവേഴ്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇൻവേഴ്സ് ചെയ്തെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഫോമാറ്റിലേക്ക് വരും. അങ്ങനെയെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ചെയ്ത് ഇൻവേഴ്സ് ചെയ്തിട്ട് ഇത് 3 കൂടെ ആഡ് ചെയ്യണം. ഇൻവേഴ്സ് ചെയ്തിട്ട് 3 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും ഈ വാല്യൂ മാറും, മൈനസ് എന്നുള്ളത് പ്ലസ് ആയിട്ട് മാറും, പ്ലസ് ആയി മാറും. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇസ് ഗോയിങ് ടു ബി -393.5 മൾട്ടിപ്ലൈഡ് ബൈ 2 പ്ലസ് -286 മൾട്ടിപ്ലൈഡ് ബൈ 3 പ്ലസ് 1550. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇസ് ഗോയിങ് ടു ബി, ഐ ഹോപ്പ് ഇറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ -95 എന്ന് വരണം. 95. ക്വസ്റ്റിനകത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ 95 കിലോ ജൂൾ എന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. 95 കിലോ ജൂൾ, -95 കിലോ ജൂൾ പെർ മോൾ ആണ് കിട്ടണത്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചിട്ടുള്ളൂ. സോ 95 കിലോ ജൂൾ പെർ മോൾ എന്ന് വരും. 95 കിലോ ജൂൾ പെർ മോൾ, അതാണ് ആൻസർ വരുന്നത്. ആൻസർ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ ബിയിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 20 ml of 2 molar NaOH solution is added to 400 ml of 0.5 molar NaOH solution. The final concentration of the solution is. അപ്പോൾ നിങ്ങൾക്ക് ആ മിക്സിങ്ങിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. M1V1 equal to M1V1 plus M2V2 equal to M3V3. ഫൈനൽ മൊളാരിറ്റി അല്ലേ ചോദിച്ചിരിക്കുന്നത്, ഫൈനൽ കോൺസെൻട്രേഷൻ ആകുമ്പോൾ M3 ചോദിച്ചിരിക്കുന്നു. M3 is going to be M1V1 plus M2V2 divided by V3 എടുക്കാം. M1V1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മില്ലി മോൾസ് ഓഫ് ഫസ്റ്റ് സൊല്യൂഷൻ. ദെൻ M2V2 എന്ന് പറയുമ്പോഴേക്കും നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് ദ സെക്കൻഡ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ V3. സോ M1V1 plus M2V2 by MV3. അപ്പോൾ M1 is 2 into 20 plus M2 is 0.5 into 400 divided by 400 plus 20 എന്ന് വരും. കാരണം V3 എന്ന് പറയുന്നത് മിക്സ് ചെയ്ത 2 വോളിയത്തിൻ്റെയും കൂടെ സമ്മായിരിക്കും. അങ്ങനെയെങ്കിൽ 40 plus 0.5 into 400, 200 divided by 420. So 240 divided by 420. 240 divided by 420. So 240 by 420 എന്ന് പറയുമ്പോഴേക്കും
വാല്യൂ വരുന്നത് എത്രയാണ് ചെയ്ത് നോക്കാം. ദാറ്റ് വിൽ ബി 0.5 കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സോ 0.57 വരും. 0.571 എന്നായിരിക്കും വരുന്നത്. 0.571 ആയിരിക്കും മോളാർ. റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10⁻²- ആയിട്ടാണ്. അപ്പോൾ 57.1 × 10⁻² മോളാർന്ന് റിപ്പോർട്ട് ചെയ്യാം. സോ റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ 57 ആയിട്ട് എടുക്കാം. 57. 75ൻ്റെ ആൻസർ 57 എന്ന് വരും. 57. അപ്പം 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഹോപ്പ് യു ഹാവ് ആൻ ഐഡിയ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത JEE എക്സാമിനേഷൻ നിങ്ങൾക്ക് എളുപ്പമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയായിരുന്നു. ഈ എക്സാം ഷിഫ്റ്റ് എഴുതിയവരൊക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയായിരുന്നു പ്രതീക്ഷിക്കുന്നു. കുറച്ച് ആലോചിക്കണമായിരുന്നു, പക്ഷേ എളുപ്പമായിരുന്നു. ഇറ്റ് വാസ് എൻ ഈസി തിങ്. ഇതേപോലെ തന്നെ അടുത്ത എക്സാം എളുപ്പമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാം. സോ do further questions, practice well, study well, study hard. Take care. Bye. Brilliant Study Center, India's #1 coaching center for NEET and JEE.